തെരഞ്ഞെടുത്ത് വിട്ടയാൾ എന്തൊക്കെ ചെയ്തു എന്ന് വിലയിരുത്തുക, അതിനേക്കാൾ മെച്ചപ്പെട്ട വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മോദി സർക്കാർ 400+ സീറ്റുകളുമായി പാർലമെന്റിൽ എത്തും എന്നുള്ളത് ലോകം വിളിച്ച് പറയുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് നിങ്ങൾ നിശ്ചയിച്ചാൽ, അങ്ങനെ വന്നാൽ കേരളത്തിലേക്ക് ഈ അവിടെ ചെന്ന് ഗാന്ധി പ്രതിമയുടെ ചുവട്ടിലിരുന്ന് ചായയും മുടയും കഴിച്ച് ഒച്ചപ്പാടും ഉണ്ടാക്കി അതല്ല പാർലമെന്റേറിയൻ്റെ പ്രവർത്തനം. അതല്ല സ്പീക്കറുടെ നെഞ്ചത്തേക്ക് ഭരണഘടനയുടെ പുസ്തകം വലിച്ചെറിയുക, പേപ്പർ വലിച്ചെറിയുക, ഇതൊന്നുമല്ല. നിങ്ങൾക്കെന്ത് ലഭ്യമായി, നിങ്ങൾക്കെന്ത് ഗുണമുണ്ടായി എന്ന് പറയുന്ന വിലയിരുത്തൽ നടത്തണം. എന്തായാലും ശരി തന്നെ, തേനും പാലും ഒഴുക്കിയില്ലെങ്കിലും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പാർലമെന്റേറിയൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചയച്ചാൽ തൃശ്ശൂർ തിരഞ്ഞെടുക്കുന്ന MP കേരളത്തിന് വേണ്ടി മുഴുവൻ ഉപകരിച്ചു, പ്രവർത്തിച്ചു എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് സ്വന്തമാകും എന്നും ഞാൻ ഉറപ്പു തരുന്നു.